Welcome to Nathan's Nest. Tips and tricks. ഹലോ, അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയ കാരണം ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടിപ്സാണ് എന്താണെന്ന് നോക്കാം. നമ്മൾ വീട്ടിലെല്ലാവരും അധിക പേരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ മിക്സർ ഗ്രൈൻഡർ. അപ്പം നമ്മൾ മിക്സർ ഗ്രൈൻഡർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് തന്നെ നമ്മൾ പൾസ് ബട്ടണ് 2 തവണ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം നമ്മൾ സ്പീഡ് ബട്ടൺസ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ മാവൊക്കെ അരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. നമ്മൾ ജസ്റ്റ് 2 തവണ പൾസ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം സ്പീഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് മിക്സി വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഡയറക്റ്റ് നമ്മൾ സ്പീഡ് ബട്ടൺ നിൽക്കുന്നതിൻ്റെയും ഡിഫറൻസ് നമുക്കിപ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ പൾസ് ബട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുന്നതും മിക്സിക്ക് കേടാണ്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ലൈഫ് കൂടുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഈ മിക്സി വാങ്ങിക്കാൻ പോയപ്പം അവിടെയുള്ള ഷോപ്പിലത്തെ സെയിൽസ്മാൻ പറഞ്ഞൊരു അഡ്വൈസാണ്. ഞാനിപ്പം ഈ മിക്സി വാങ്ങിച്ചിട്ട് ഒരു 6 വർഷത്തോളമായി. ഇതുവരെ അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. ഒരു കംപ്ലയിൻസും വന്നിട്ടില്ല. ജാറിന് കുറച്ച് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കംപ്ലയിൻസ് വന്നു, അല്ലാതെ ഒരു കുഴപ്പം വന്നിട്ടില്ല. ചിലപ്പോൾ മിക്സിയുടെ കമ്പനിയുടെ ക്വാളിറ്റി ഉണ്ടാവും, എന്നാലും ഇതൊന്ന് ശ്രദ്ധിക്കുക. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സർ ഗ്രൈൻഡർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഒരു സ്ക്രബ്ബറിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ട് അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. എങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ കറകളും ഇളകിപ്പോരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ക്ലീനിങ് പരിപാടി കഴിയും. അതുപോലെ മാവൊക്കെ അരച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ജാറിലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജാറും ക്ലീൻ ചെയ്തെടുക്കാം. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്തത് നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ ഒരുപാട് കാലത്തിന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വിനാഗിരിയും, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് അരിപ്പയിൽ വാർത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളെടുത്ത് അതിലോട്ടൊരു ടിഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ കോട്ടൻ്റെ എന്തെങ്കിലും തുണിയുടെ പീസോ ഇട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കുക. അതിന് ശേഷം വീണ്ടും ഒരു പകുതിയൊക്കെ ആകുമ്പം ഒരു പീസും കൂടെ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഇട്ട് വെച്ചിട്ട് വീണ്ടും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ടിഷ്യൂ ഇട്ട് വെക്കുക. ഇങ്ങനെ നമ്മൾ ഇട്ട് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാസത്തോളമൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ഒരു ചീത്തയാവില്ല. നമ്മൾ നല്ലോണം വെള്ളം തുടച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം കാലത്തേക്ക് ചീത്തയാവാതെ കിട്ടും. ടിപ്സ് ആൻഡ് ട്രിക്സ്. നമ്മൾ നേരത്തെ കറിവേപ്പില ചെയ്ത പോലെ തന്നെ നമുക്ക് പച്ചമുളകും ഒരുപാട് കാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. നമ്മളൊരു ടിഷ്യൂ പേപ്പർ ബോളിലിട്ടിട്ട് ഈ മുളക് നന്നായിട്ട് ഒരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം അതിമത്തെ വെള്ളം. അപ്പോഴാണ് കൂടുതൽ കാലം നിൽക്കുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ കറിവേപ്പിലയുടെ ഇത് ചെയ്ത പോലെ തന്നെ ലെയർ ആയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലോ ഇട്ട് വെക്കുക. ഇത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന മുളകിൻ്റെ പാത്രമാണ്. ഇതിൽ കണ്ടോ അധികം കേടൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ആ നെറ്റിയുടെ അവിടെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ടുള്ളൂ. എന്നാലും അധികം കേടൊന്നും ഇല്ല മുളകിനൊന്നും. ഇതിപ്പോൾ 1 മാസത്തോളമായി ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി ഇതിൽ നല്ല മുളകൊക്കെ നമുക്കിപ്പോൾ പഴയത് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലതൊക്കെ കണ്ടോ അധികം കേടൊന്നുമില്ല. നല്ലത് എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിന് ഫസ്റ്റ് യൂസ് ചെയ്യാമല്ലോ. മറ്റേത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടും യൂസ് ചെയ്യാം.
എപ്പോഴും മുകൾ ഭാഗത്തും അടിഭാഗത്തും ഈ നടുവിൽ നമ്മൾ പേപ്പർ വെച്ചിട്ടില്ലെങ്കിലും മുകൾ ഭാഗത്തും അടിഭാഗത്തും എപ്പോഴും വെക്കാൻ ശ്രമിക്കുക. പിന്നെ അത് നനവ് വരുമ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അധികം ഇത് നല്ല ഫ്രഷോടെ തന്നെ ഇരിക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാല് ഉറവിക്കാൻ വേണ്ടിയിട്ട് തൈരോ മോരോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 2-3 പച്ചമുളകിൻ്റെ ഞെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുളിച്ച് കിട്ടും. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്തതായി ഈ സ്റ്റീലിൻ്റെ ഫ്ലാസ്ക്, ബോട്ടിൽസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ വല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ, ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലൊഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ക്ലീനായി കിട്ടും. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്തതായി നമ്മളൊരു ബൗളിലേക്ക് ഉപ്പും അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷ് ഇട്ട് വെക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മളെ ബ്രഷ് നമുക്ക് കുറച്ച് കൂടുതൽ നാൾ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ബ്രഷ് ഇട്ട് വെക്കുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ടൈപ്പ് ഒരു ഡബ്ബ കിട്ടുവാണെങ്കിൽ അതിലിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പല്ലികളും പാറ്റകളൊക്കെ ബ്രഷ് നക്കുന്നതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുമല്ലോ. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്തതായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഉപ്പെടുത്ത് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ ഇട്ട് വെക്കുക. ഇടകൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്തത് നമ്മൾ പീലർ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബ്ലേഡിൽ പീലർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ പീലർ ആണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ വെജിറ്റബിൾസും പീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും ഇതിൻ്റെ ഷാർപ്പ്നെസ് പോകുന്നില്ല. നോർമൽ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷാർപ്പ്നെസ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്തതായിട്ട് ഞാൻ ഒരു ചോപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ഹാൻഡ് ചോപ്പറാണ് ഇത്. എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. അപ്പം ഒത്തിരി പേരെ കയ്യിൽ ഉണ്ടാവും ഇതിനെക്കുറിച്ച് അറിയാത്തവരും അല്ലെങ്കിൽ വാങ്ങാത്തവരും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളും. നമ്മളിതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉള്ളി, ക്യാരറ്റ്, കാബേജ്, ഉപ്പേരി അങ്ങനെ എന്ത് വെജിറ്റബിളും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. അത്ര ഹാർഡൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഗ്രിപ്പും ഉണ്ട്. പിന്നെ നമുക്ക് ഏത് പാകത്തിനാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ സമയം ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇത് വലിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ താഴോട്ടാണ് വലിക്കുന്നതെങ്കിൽ ഇതുപോലെ അതിൻ്റെ അവിടെ ഒരു അടയാളം വീണിട്ടില്ല, അതിങ്ങനെ തേഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വലിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ അത് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് ചെറുതായി വന്നിട്ടുള്ളത് കണ്ടില്ല. കുക്കിങ്ങിനൊന്നും ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തവർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകരിക്കും. ഇത് PGൻ്റെ ആണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ സാധനം. ഒരു വർഷത്തോളമായി ഞാൻ വാങ്ങിച്ചിട്ട്. അന്ന് ബോക്സിലുണ്ടായിരുന്ന പ്രൈസാണിത്. നമുക്ക് ഓൺലൈനിലൊക്കെ ഇതിപ്പം അവൈലബിൾ ആണ്. പല വലുപ്പത്തിലുള്ളതും ഇപ്പം വരുന്നുണ്ട്. അപ്പം അത് പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചാൽ നല്ലൊരു ഹെൽപ്പായിരിക്കും. നമുക്ക് പല വെജിറ്റബിൾസും നന്നായിട്ട് ഇതിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ വാട്ടർ മെലണ് ജ്യൂസാക്കി എടുക്കുമ്പോഴാണ്. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോവില്ല. ഇതിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ടിപ്സ് ആൻഡ് ട്രിക്സ്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുക്കർ യൂസ് ചെയ്യുന്നവരുടെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ പിടി ഇങ്ങനെ ഇളകിപ്പോരുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഇളകിപ്പോരുമ്പോൾ നമ്മളത് ടൈറ്റ് ആക്കി കൊടുക്കാറാണ് പതിവ്. പക്ഷേ അതിന് പകരം നമ്മളത് ടൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ച് സൂപ്പർ ഗ്ലൂവും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് അത്
ടൈറ്റായിട്ട് തന്നെ നിന്നോളും. അത് പെട്ടെന്നൊന്നും അങ്ങനെ ലൂസായിട്ട് വരില്ല. Tips and tricks. ഇനി നമുക്ക് സൂപ്പർ ഗ്ലൂ കട്ട പിടിക്കാതെ നമുക്ക് എടുത്തു വെക്കാൻ എന്നൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ സൂപ്പർ ഗ്ലൂ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചിട്ടുണ്ടാവും. പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് കട്ട പിടിക്കാതെ ഇരുന്നോളും. അതായത് നമ്മൾ ഫ്രീസറിൽ വെക്കരുത്, നമ്മൾ താഴത്തെ തട്ടിൽ തന്നെ വെച്ചാൽ മതിയാവും. അപ്പം ഇതിപ്പോൾ ഞാനൊരു 6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് എപ്പോഴൊന്നും ആവശ്യം വരുന്നൊരു സാധനമല്ലല്ലോ, എന്നാൽ ഇത് പെട്ടെന്ന് ആവശ്യം വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഒത്തിരി ഉപകാരമാവും. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ ഈ ടിപ്സോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ബൈ, താങ്ക് യു.